തന്ത്രപരമായ നീക്കമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മ്യാൻമാർ പ്രസിഡന്റ് മിൻ ഓങ് ലായിങ്ങിനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന മോദിയുടെ നീക്കത്തിൽ ഞെട്ടിയത് ചൈനയാണ്. ഇതിലൂടെ ന്യൂഡൽഹി വ്യക്തമാക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചൈനയെ വിട്ട് മ്യാൻമാർ ഇന്ത്യയോട് അടുക്കുന്നു. രണ്ട്, മണിപ്പൂർ, മിസോറാം, അരുണാചൽ പ്രദേശ് എന്നീ പ്രദേശങ്ങളിലെ വിഘടനവാദ സംഘടനകൾക്ക് മ്യാൻമാർ അതിർത്തി വഴി ആയുധങ്ങൾ എത്തിക്കുന്നത് പൂർണ്ണമായും അവസാനിപ്പിക്കുക അതുതന്നെയാണ്. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തമായ ആ മ്യാൻമാർ ബന്ധത്തിൻ്റെ ലക്ഷ്യം. ഒരു പട്ടാള ഭരണമുള്ള രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഭാരതം എന്തിന് വരവേൽക്കുന്നു, കാവി പരവതാനി വിരിക്കുന്നു എന്ന രീതിയിൽ ഉയർന്ന വിമർശനങ്ങൾ ഇന്ത്യ കാര്യമാക്കുന്നതില്ല. കാരണം ഇന്ത്യക്ക് മണിപ്പൂരിനെയും മിസോറാമിനെയും അരുണാചൽ പ്രദേശിനെയും വിഘടനവാദത്തിൽ നിന്നും മുക്തമാക്കിയേ തീരൂ. അതിന് മ്യാൻമാറുമായി നല്ല ബന്ധം തുടരണം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അമേരിക്കൻ ചാരസംഘടനയായ CIA ബന്ധമുള്ള മാത്യു വാൻടെക് എന്ന അമേരിക്കൻ പട്ടാളക്കാരനെ കൊൽക്കത്തയിൽ അറസ്റ്റ് ചെയ്തിരുന്നു. NIAയുടെ ചോദ്യം ചെയ്യലിൽ ഇയാൾ മ്യാൻമാറിൽ ഇന്ത്യയിൽ നിന്നുള്ള വിഘടനവാദികൾക്ക് ആയുധ പരിശീലനവും ഡ്രോൺ പരിശീലനവും നൽകാൻ പോയതാണെന്ന് വ്യക്തമായി. ഇതോടെ കേന്ദ്രത്തിന് മനസ്സിലായി ചൈനയിൽ മാത്രമല്ല ഇന്ത്യയുടെ അടുത്ത തലവേദന മ്യാൻമാറിൽ നിന്നുമാണെന്ന്. ഇതോടെയാണ് മ്യാൻമാറിൻ്റെ കയ്യിലെടുത്ത് 1643 കിലോമീറ്റർ ദൂരമുള്ള ഇന്ത്യ മ്യാൻമാർ അതിർത്തി കൂടുതൽ ശക്തിപ്പെടുത്താനും അത് പഴുതുകൾ അടയ്ക്കാനുമൊക്കെ ന്യൂഡൽഹി നീക്കങ്ങൾ ആരംഭിക്കുന്നത്. മണിപ്പൂരിലേക്കും മിസോറാമിലേക്കും അരുണാചൽ പ്രദേശിലേക്കും ആയുധങ്ങൾ എത്തുന്നത് മ്യാൻമാർ അതിർത്തി വഴി തന്നെയാണ്. മറ്റൊരു വഴിയുമില്ല. ഇവിടുത്തെ വിഘടനവാദികൾ മ്യാൻമാറിൽ പോയാണ് ആധുനിക ആയുധങ്ങളിൽ പരിശീലനം നേടി തിരികെ വരുന്നത്. ഇത് തടയാൻ മണിപ്പൂർ പ്രശ്നം പൂർണ്ണ പരിഹാരമാകും. മാത്രമല്ല, സൈന്യങ്ങൾ ഉപയോഗിക്കുന്ന അതിശക്തമായ ആയുധങ്ങളാണ് മണിപ്പൂരിലെ വിഘടനവാദികൾ ഇന്ത്യൻ സേനയ്ക്കെതിരെ ഉപയോഗിക്കുന്നത്. ചൈനയുമായി ദീർഘകാല ബന്ധം പുലർത്തിയിരുന്ന മ്യാൻമാർ ചൈനയുടെ ദുഷ്ടലാക്ക് പയ്യെ മനസ്സിലാക്കിയതോടെയാണ് ചൈനയിൽ നിന്നും അകന്നുകൊണ്ടേയിരിക്കുന്നത്. ആ അകൽച്ച അത് മുതലെടുത്താണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിലെ ഭീകരവാദത്തെ വളർത്തുക, മ്യാൻമാറിനെ പൊളിച്ചടുക്കി അവിടെ ചൈനയുടെ വ്യവസായം കൂടുതൽ പുഷ്ടിപ്പെടുത്തുക എന്നിവയാണ് ചൈനയുടെ ഗൂഢലക്ഷ്യങ്ങളെന്ന് മ്യാൻമാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തങ്ങൾ വെറുമൊരു മണ്ണ് മാത്രം, അവിടെ കൃഷി ഇറക്കുക ചൈനയാണെന്ന് മ്യാൻമാറിന് മനസ്സിലായി. അങ്ങനെയാണ് തുറന്ന മനസ്സോടെ ഇന്ത്യയുമായി ശക്തമായ ഒരു ബന്ധത്തിനൊരുങ്ങാൻ മ്യാൻമാർ പ്രസിഡന്റ് മിൻ ഓങ് ലൈങ് എത്തിയിരിക്കുന്നത്. ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള ബന്ധം സുപ്രധാനമാണെന്ന് വ്യക്തം. ഇരു രാജ്യങ്ങളും തമ്മിൽ നൂറ്റാണ്ടുകളായുള്ള സാംസ്കാരിക, ചരിത്ര, ആത്മീയ ബന്ധങ്ങൾ ഇപ്പോഴും തുടരുന്നു. 1630 കിലോമീറ്റർ നീളമുള്ള കര അതിർത്തിയും ബംഗാൾ ഉൾക്കടലിൽ സമുദ്ര അതിർത്തിയും പങ്കിടുന്ന ഒരേയൊരു ആസിയൻ രാജ്യമാണ് മ്യാൻമാർ. ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള നയതന്ത്ര ഉഭയകക്ഷി ബന്ധങ്ങളുടെ പ്രധാന വശങ്ങൾ ഇനിയാണ്. അതിർത്തി സുരക്ഷയും പ്രതിരോധവും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സുപ്രധാനമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം എന്നിവ മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്നു. വടക്ക് കിഴക്കൻ മേഖലകളിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ മ്യാൻമാറിൻ്റെ സഹായം അങ്ങനെ ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ്. മ്യാൻമാറിൻ്റെ മണ്ണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് മ്യാൻമാർ ഭരണകൂടം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്യക്തമായ ഉറപ്പും നേരിട്ട് നൽകിയിട്ടുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കവാടം കൂടിയാണ് മ്യാൻമാർ. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ്, ഒപ്പം നൈബർഹുഡ് ഫസ്റ്റ് എന്നീ നയങ്ങളുടെ പ്രധാന ഭാഗമാണ് ഇവിടം. കലദാൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രോജക്റ്റ് ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള സുപ്രധാനമായൊരു പദ്ധതിയാണ്. ഇന്ത്യയിലെ തുറമുഖങ്ങളെ മ്യാൻമാർ വഴി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണിത്. ഇന്ത്യ, മ്യാൻമാർ, തായ്ലൻഡ് അതിവേഗ പാത. ഇന്ത്യയെ തായ്ലൻഡുമായി റോഡ് മാർഗം ബന്ധിപ്പിക്കുന്ന ഈ പാത വ്യാപാര, സാംസ്കാരിക ബന്ധങ്ങൾ കൂടുതൽ വളർത്തുമെന്നത് ഉറപ്പാണ്. സാംസ്കാരികവും ആത്മീയവുമായി ബന്ധങ്ങൾ ഇന്ത്യയും മ്യാൻമാറും തമ്മിൽ തുടരും. കാരണം ബുദ്ധമതത്തിലൂടെയുള്ള ശക്തമായ ആത്മീയ ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട്. മ്യാൻമാറിൽ നിന്നുള്ള നിരവധി പേർ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ഇന്ത്യയിൽ എത്തുന്നത് പതിവാണ്. കൂടാതെ മ്യാൻമാറിൽ ഇപ്പോഴും ലക്ഷക്കണക്കിന് ഇന്ത്യൻ വംശജർ താമസിക്കുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽസ്, കാർഷിക ഉൽപ്പന്നങ്ങൾ, യന്ത്രങ്ങൾ തുടങ്ങിയ മേഖലകളിലാണ് ഇന്ത്യയും മ്യാൻമാറും തമ്മിൽ സുപ്രധാനമായുള്ള വാണിജ്യ വ്യാപാരം ഇപ്പോൾ നടക്കുന്നത്. കൂടാതെ പ്രകൃതിവാതക ശേഖരമുള്ള മ്യാൻമാറുമായി ഊർജ്ജ മേഖലയിലും സഹകരണത്തിന് വലിയ സാധ്യതകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാളിലും അസമിലും അരുണാചൽ പ്രദേശിലും മിസോറാമിലുമൊക്കെ എണ്ണ നിക്ഷേപ കേന്ദ്രങ്ങൾ ഇന്ത്യ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയെല്ലാം ബംഗാളിലടക്കം ഇന്ത്യ തങ്ങളുടെ ക്രൂഡ് ഓയിൽ സംസ്കരിച്ചെടുക്കുന്നതിനുള്ള
പദ്ധതികൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതിർത്തി കടന്ന് മ്യാൻമാറിലും അത്തരം എണ്ണ പര്യവേഷണ കേന്ദ്രങ്ങൾ തുറക്കുകയാണ് ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം. അങ്ങനെ ഈ പ്രദേശത്തെ, ഈ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലെ ഭൂമിക്കടിയിലുള്ള ക്രൂഡ് ഓയിൽ ശേഖരം പരമാവധി വിനിയോഗിച്ച് അത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിൽ സംസ്കരിച്ച് മറ്റു രാജ്യങ്ങൾക്ക് വിറ്റഴിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. മ്യാൻമാറിനത് തെല്ലൊന്നുമല്ല ഒരു സഹായകമാകുക. എന്തായാലും ചൈനയെ മറികടന്ന് മ്യാൻമാറുമായുള്ള ഇന്ത്യയുടെ ആ നീക്കം, ചൈനയെ വിട്ട് ഇന്ത്യയുമായുള്ള മ്യാൻമാറിൻ്റെ പുതിയ ഉഭയകക്ഷി ബന്ധത്തിനുള്ള ആ മനസ്സ്, അതെന്തായാലും വിഘടനവാദികളെ തുരത്തുക എന്നതിനുപരി ഇന്ത്യയും മ്യാൻമാറും തമ്മിൽ നല്ലൊരു വാണിജ്യ പങ്കാളിയായി ഇനി അങ്ങോട്ട് രണ്ട് അതിർത്തി രാജ്യങ്ങൾ തുടരുക എന്ന ആ പ്രധാന ലക്ഷ്യത്തോടുള്ളത് തന്നെയാണ്.